ലൂമിയും ഫ്ലറിയും. നീല നിറത്തിലുള്ള കടലിൽ ഫ്ലറി എന്ന ഒരു ചെറിയ ഹിമക്കരടി കുട്ടി ഒരു മഞ്ഞുകട്ടയിൽ തനിച്ചായിരുന്നു. അവൻ്റെ മഞ്ഞു വീട് ഉരുകി ചെറുതായി ചെറുതായി വന്നു. അവൻ അമ്മയെ തിരഞ്ഞു. പക്ഷേ അവന് കാണാൻ കഴിഞ്ഞത് വെള്ളം മാത്രമായിരുന്നു. ദൂരെ ലൂമി എന്ന ഒരു ചെറിയ പെൺകുട്ടി അവളുടെ ചെറുതും തിളക്കമുള്ളതുമായ ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. ലൂമി ദൂരെ ഒരു ചെറിയ വെളുത്ത പൊട്ട് കണ്ടു. അവൾ അടുത്തേക്ക് വന്നപ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു ഹിമക്കരടിക്കുട്ടിയെയാണ് കണ്ടത്. ഹലോ, അവൾ മൃദുവായി വിളിച്ചു. നിനക്ക് വഴിതെറ്റിയോ? ഫ്ലറി മുകളിലേക്ക് നോക്കി. അവന്റെ വലിയ ഇരുണ്ട കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ആ ചെറിയ കരടിക്കുട്ടിക്ക് ഭയമായിരുന്നു. അവൻ ഇതിനു മുൻപ് ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലായിരുന്നു. അവൻ തന്റെ ചെറിയ മഞ്ഞുദ്വീപിന്റെ അറ്റത്തേക്ക് പിൻവാങ്ങി. ലൂമി അടുത്തേക്ക് നീങ്ങിയില്ല. പകരം അവൾ കത്തുന്ന ഒരു റാന്തൽ വിളക്ക് നീട്ടി. പേടിക്കേണ്ട, അവൾ പറഞ്ഞു. ഞാൻ നിന്നെ സഹായിക്കാം. റാന്തലിന്റെ വെളിച്ചം കണ്ടപ്പോൾ അവനു ആശ്വാസം തോന്നി. ഫ്ലറി ഒരു ചെറിയ ചുവടുവെപ്പ് മുന്നോട്ട് വെച്ചു. അവന്റെ നെഞ്ചിൽ ഒരു ചെറിയ പ്രതീക്ഷ വിളർന്നു. ശ്രദ്ധയോടെ ലൂമി അവളുടെ ബോട്ട് മഞ്ഞുകട്ടയുടെ അടുത്തേക്ക് നയിച്ചു. ഫ്ലറി തന്റെ ധൈര്യം സംഭരിച്ച് ഒരു ചാട്ടം ചാടി ബോട്ടിൽ മൃദുവായി വന്നിറങ്ങി. അവർ ഒരുമിച്ച് കടലിലൂടെ യാത്രയായി. ദൂരെ ഒരു വലിയ മഞ്ഞുപാളിയിലേക്ക് ലൂമി വിരൽ ചൂണ്ടി. നിന്റെ കുടുംബം അവിടെയാണെന്ന് കരുതുന്നു, അവൾ പറഞ്ഞു. അവർ മഞ്ഞുമലയുടെ അടുത്തെത്തിയപ്പോൾ ഫ്ലറി ഒരു വലിയ രൂപം കണ്ടു. അത് അവന്റെ അമ്മയായിരുന്നു. അമ്മേ! ഫ്ലറി സന്തോഷം കൊണ്ട് കരഞ്ഞു വിളിച്ചു. ലൂമി വേഗം ബോട്ട് മുന്നിലേക്ക് ഓടിച്ചു. ഫ്ലറി പുറത്തേക്ക് ചാടി. ഫ്ലറി അവന്റെ സ്നേഹനിധിയായ അമ്മയുടെ കരങ്ങളിലേക്ക് ഓടിച്ചെന്നു. അവർ പരസ്പരം എല്ലാം മറന്നു കെട്ടിപ്പിടിച്ചു. ഫ്ലറിയുടെ അമ്മ നന്ദിയോടെ ലൂമിയെ നോക്കി. അവൾ താഴ്മയോടെ നന്ദി പറഞ്ഞു. ഫ്ലറി സന്തോഷത്തോടെ കൈവീശി. ലൂമിയും പുഞ്ചിരിച്ചുകൊണ്ട് കൈവീശി. അവൾ യാത്ര തിരിച്ചപ്പോൾ അവളുടെ ഹൃദയത്തിന് അവൾ പിടിച്ച റാന്തൽ പോലെ പ്രകാശം തോന്നി. രണ്ട് പുതിയ സുഹൃത്തുക്കൾ. അവർ പരസ്പരം ഓർത്തുകൊണ്ടിരുന്നു. നന്ദി കൂട്ടുകാരെ.